എന്താ ഏട്ടാ അവിടെ പ്രശ്നം? ഒരു കമ്പിത്തിരി എടുക്കട്ടെ. നിന്റെ വീട്ടിൽ പോയി കൊടുക്കടാ. ഇതാ പ്രശ്നം. ഈ നാടേ ശരിയല്ല. പോട്ടെ മകളെ. ബിജു കിട്ടൂടാ. വെടിക്കട്ജി ബിജു അല്ല, ബജ്രംഗൻ. ഓ കിട്ടുവോ? അതായത് വെടിക്കട്ജി നമ്മളാരും ഇതുവരെയായിട്ട് ചോദിച്ചിട്ടില്ല. ഇവിടെ വീട് വലിക്കുന്ന ആരുടാ ഒരു തീപ്പെട്ടി. ഓ തീപ്പെട്ടി കൊടു. തീപ്പെട്ടി ഇല്ലാതാണോ വെടിവെക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? വെടി എപ്പോ വെക്കുന്ന എവിടെ വെക്കുന്നതൊക്കെ വേലാതെ നോക്കിക്കോളാം. ഏതടാ ഈ കരുതാ മോനൻ? ഒന്നും വിചാരിക്കരുത്, ചിറ്റയുടെ മോനാ. ചിറ്റയുടെ മോൻ. ഓ ഓ വലിയ കാര്യമുണ്ടാ അണ്ണാ എന്റെ ബൾബും കാശും. ഏയ് ഡാർക്ക് മാൻ, നീ വെറുതെ വേലായുധനെ കൊണ്ട് പിച്ചാത്തി അടിപ്പിക്കല്ലേ. അണ്ണനെന്താ ഇത്ര മുക്കുന്നു? ഇതാ ഞാൻ പറഞ്ഞ ആൾക്കാർ ഒന്ന് വരട്ടിയേരി കട്ടിയിലായിക്കോട്ടെ. എവിടെ കണ്ടു നോക്കുന്നുണ്ട്? പാവമായി. അങ്ങോട്ട് നോക്കി. ഈ പച്ചക്കാരനാരാ? ഇന്നലെ രാത്രി ഞാൻ കണ്ടോന്ന് പറഞ്ഞില്ലേ, അയാളാ. ആണോ? എന്തുട്ടാ ഡ്രസ് ചെയ്ത് ക്യാമറയാ? കോണക. എങ്കി ആ കോണക എടുത്തൊന്ന് ആരെയൊന്ന് മറച്ചേ, അണ്ണൻ കാണട്ടെ. അയ്യോ അല്ലണ്ണ, അണ്ണന്റെ ആഗമന ഉദ്ദേശം ഞങ്ങൾ പെരുവത്ത് കടവുകാര് കോണ കൊടുക്കുന്ന കാണാനാ. ഇടക്കന്നാലേ വടക്കുന്നാനം മണ്ണിപ്പിച്ച് ചോദിച്ചാലേ ഈ വേലായുധൻ എങ്ങനെയാ വെടിക്കിട്ട് വേലാനെന്ന് കഥയെ പറയും. നിന്റെ മോറ് കാണാൻ നല്ല ചന്തേട്ടാ, പക്ഷെ മ്യൂസിക് അത്ര മൂപ്പ് പോരാ. ഇനി നീ വടക്കും ഭാഗത്തെ പെണ്ണിന്റെ പുറകെ നടന്നെന്നറിഞ്ഞ ദേവരുടെ വെടിക്കെട്ടിന്റെ ഒരു സാമ്പിളായിട്ട് വരും. അണ്ണൻ ചെല്ല്, നമുക്ക് പിന്നെ പടപ്പിക്കാം. ചെല്ലാൻ പിന്നെ പടപ്പിക്കാം, പിന്നെ പറയിപ്പിക്കാന്ന്. എന്താ ഒരു തീപ്പൊരിയ രോമാഞ്ചം കണ്ടിട്ട് രോമാഞ്ചം. ജയം കഴിഞ്ഞ നമ്മുടെ ആളാ മാധവ. പണ്ടത്തെ പോലല്ല സിനിമ. സിനിമയ്ക്ക് വന്ന മാറ്റങ്ങളെ നിന്ന് കത്തണ കണ്ടോ. തീപ്പൊരിയും രോമാഞ്ചൊക്കെ ശരിയാ. എടാ, 8ാമത്തെ ഉത്സവത്തിന്റെ അന്ന് ഭഗവാന്റെ കാശ് രൊക്കം കൊടുത്തില്ലെങ്കിൽ നമ്മളായിരിക്കും നിന്ന് ആര് കത്തും? ഒന്ന് പോടാപ്പാ. നമ്മുടെ ഈ ടാക്കീസ് വിട്ട് ആരും മാറാൻ പോകുന്നില്ല. ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിലേ ഈ നീറങ്ങ് പോയി മാനം കറക്കണം. ഒന്നും ഉണ്ടായിരടാ. ആരടാ ചതിച്ചാശാനെ? ചതിച്ചു. ആരാന്ന്? ആരടാ? ജോഷിയാണടാ? വേലായുധൻ. വേലായുധൻ സംവിധായകനാ? ഇവനെ തല്ലാൻ വേണ്ടി ഇറക്കിയതാ. ഉത്സവ പറമ്പ് വെച്ച് ഇപ്പൊ ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ട് വരിക. ഞാൻ അപ്പഴേ നിന്നോടൊക്കെ പറഞ്ഞതാ. അയ്യോ, അപ്പൊ നിനക്കൊക്കെ പഴവും മാങ്ങ ഒരുമിച്ച് പറിക്കണം. പഴം വാങ്ങിയ അത് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഉത്സവം അലങ്കോലമാക്കി ഇപ്പൊ നാട്ടുകാരോരോന്ന് പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? ആഹാ, എന്റെ ആശാനെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്ത പിന്നെ കൈയും കെട്ടി നോക്കിക്കണോ? എടാ, നീ അവനെ കൂട്ടുപിടിക്കണ്ട. നാട്ടുകാർ നിന്നെ നാണം കെടുത്താൽ നീ നോക്കിയാൽ മതി. എടാ, നീ ഈ ഉത്സവത്തിന് പെണ്ണിന്റെ പുറകെ നടന്ന് കുഴപ്പമെല്ലാം ഉണ്ടാക്കിയോണ്ടല്ലേ അവന്മാരിപ്പോ ഈ വെടിക്കെട്ടിനെയും വേലായുധനെയൊക്കെ ഇറക്കുന്നത്. അറിഞ്ഞു അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഫ്ലാഷ് ആവും. വെടിക്കെട്ടല്ല, ഏത് വള്ളിക്കെട്ട് വന്നാലും നിന്നു പെടയ്ക്കും. നീ ആദ്യമേ അവളുടെ കാര്യം അറിഞ്ഞിട്ട് വേടാ. ഹായ് ഗേൾസ്. ഇവളെന്തിനാ കാസറ്റ് ബുക്കി കാണിക്കണം? ഒന്നിനെ വീട്ടിൽ കൂട്ടിയിട്ട് ഇപ്പം 3 കാസറ്റ് ബിസിനസ്. പോടാ, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. പിന്നെ പൊക്കണം. സംസാരിക്കാനാണെങ്കിൽ അവളെന്തിനാ കാസറ്റ് പൊക്കണത്? അവള് വേറൊന്നും പറഞ്ഞില്ലല്ലോ, കാസ്റ്റ് അല്ലേ? അവൻ പോയി സംസാരിച്ചിട്ട് പറ്റടാ. എന്നാലും എന്റെ സുമിത്ര. അയ്യേ, നിന്റെ സുമിത്ര അടിച്ചവനെ. നീ പോടാ. നമുക്ക് നിറക്കിട്ട് നോക്കാം. ഒരു നിറക്കൂല. സുമിത്ര സുമിത്ര വിളിക്കുന്നത്. എടാ, അവളുടെ അച്ഛൻ കേക്കണ്ട. പിന്നെ അച്ഛനറിഞ്ഞ എനിക്കൊന്നുമില്ല. പോയി പോയി. ഏത് ഗസ്റ്റാ? സുഗമോ ദേവിയ? അത്ര സുഖമുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങളെല്ലാരും എന്റെ കൂടെ നിന്നേ പറ്റും. നീ കാര്യം പറയടാ. കീരിക്കാടൻ ജോസാണ് കിളിപ്പി ജോസ് കിളിപ്പിച്ചിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഭഗവാന്റെ വീട്ടിൽ കയറുന്നു. ഞാനില്ല. പിന്നെ
ഇന്ന് രാത്രി എന്റെ പൊന്നു വിനയാ കയ്യാലേക്കകത്ത് കാസറ്റ് കൊണ്ടുപോയിക്കുന്നില്ല അല്ല രാത്രി അങ്ങനെ വീട്ടിൽ കയറുന്നത് ആ ഭഗവാനെങ്ങാനും അറിഞ്ഞാണ്ടല്ല പട്ടാന്ന് പറഞ്ഞ് പൊട്ടും അല്ല നിനക്കിപ്പോ ഈ രാത്രി ആ വീട്ടിൽ കയറിയിട്ട് എന്ത് കിട്ടും? എടാ ശ്രീദേവിക്ക് വേറെ കല്യാണാലോചനകൾ നോക്കി തുടങ്ങിയിട്ടുണ്ടെന്ന്. എന്താ ചെയ്യേണ്ടെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അവൾക്കാണ് എന്നെ കാണുമെന്നാ പറയുന്നത്. എനിക്ക് എന്തായാലും ഇന്ന് അവളെ കണ്ടേ പറ്റൂ. എടാ പിന്തിരിപ്പ മൂരാച്ചികളെ, എന്റെ വിനയന് അവന്റെ ശ്രീദേവിയെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കും. അത് ഇനി ഭഗവാനല്ല ഏത് ഭഗവതി വിചാരിച്ചാലും ശരി എന്നെ പിടിക്കാൻ പറ്റും. ഭഗവതി വിചാരിച്ചാൽ ചിലപ്പോൾ പറ്റേക്കും, പക്ഷെ ഭഗവാൻ വിചാരിച്ചാൽ പറ്റില്ല. ഓപ്പറേഷൻ ഭഗവാൻ എന്താ ബോംബെയിലേക്ക് ഇങ്ങനെയാണ് ഒരു പണിക്കും ഇങ്ങനെ കൈവക്കും. ഓപ്പറേഷൻ നീ കൈ ഉണ്ടെന്ന് എങ്ങനെയാ നിർത്താനായിട്ട് ഓ അതായിരുന്നു. അല്ല പിന്നെ തലയിൽ എന്തിനാ ചാക്ക് വെച്ചാൽ പറഞ്ഞോളാതിരിക്കാന്ന് പറഞ്ഞാൽ മതിട്ടാ. എന്തൊരു മണം പറഞ്ഞേ. മനുഷ്യനായ ധൈര്യമാണ് വേണ്ടത്. ധൈര്യം. എന്ത് പ്രതിസന്ധി മുന്നിൽ വന്നു വീണാലും പതറാതെ നമ്മൾ മുന്നോട്ട് മടലാടാ മടല്. പാമ്പല്ലേ, നല്ല ധൈര്യമുള്ള. വെറുതെ നീ എങ്ങടാ പിന്നെ ഓടിയത് തെണ്ടി? ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഓടിയാണ്. ആ ഭഗവാന്റെ തോക്കിൽ എത്രയുണ്ട് ഉണ്ടാവുമോ എന്തോ. രണ്ടുണ്ടകൾ, ശ്രീകലയും ശ്രീദേവിയും. വൃത്തിയോട് പറഞ്ഞു. അയാള് വൃത്തിയോട് കാണിച്ചോണ്ടല്ലേ നമുക്ക് ഇങ്ങനെ നടക്കേണ്ടി വന്നേ. എന്താണ് പേടിച്ചിട്ടാണോന്നറിയില്ല. തടുത്തു നിർത്തണം. ഉണ്ടാവും ഉണ്ടാവും. ഈ വഴി വരുമ്പോ എപ്പോഴും ഉണ്ടാവും. അതാണ് ശ്രീദേവിയുടെ മുറി. ശ്രീദേവിയുടെ മുറി. വിനയൻജി എന്തോ ഏ കാം ബഹുത്ത് മുഷ്കിൽ ഹേ. അല്ലേലും നിനക്ക് ഇത്തിരി മുഷ്ക് കൂടുതലാ. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ, ബോംബെയിലേക്ക് അതൊക്കെ സ്ഥിരമാണ്. ആവോ ഉദർ സൈഡ്. ജൽദി ജൽദി പയ്യെ പയ്യെ. അധികം മുക്കല്ലേ. നിങ്ങൾ ചാടല്ലേ. നിങ്ങൾ അന്തരീക്ഷ നിരീക്ഷകരോ വിനയൻ മേരെ സാത്താവോ. ചാക്ക് വേണ്ട വേണ്ടേ, കള്ളന്മാരാന്ന് ചോദിക്കും. ഓക്കെ അല്ല ചാടണ്ടേ. അന്തരീക്ഷ നരീഷ്കരോ. അതാണ് ശ്രീദേവിയുടെ മുറി. ഇതിനല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ വാ പൊളിച്ച് മേപ്പോട്ട് നോക്കി നിന്നിട്ട് കാര്യമില്ല. കാം കർണ ചാഹിയെ. അല്ല ഈ വീടിന്റെ ഘടനയൊന്നും മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ. എന്നാ പിന്നെ ആദ്യം ചന്ദ്രമേശ്വരുടെ വീട്ടിൽ കയറാം. എന്തിന്? അല്ല നിനക്ക് ഇതിന്റെ ഘടന അറിയണമല്ലോ. കേറാനുള്ള വഴി നോക്കടാ. ഏതാണോ ആ വഴി? ഓപ്പറേഷൻ പ്രകാരം ലെഫ്റ്റ് അല്ല റൈറ്റ് ആയിരിക്കും. ഇവനോട് പോയി. വിനയാ വിനയാ എടാ വിനയാ. ഇപ്പൊ എന്തോ വേണം? എന്തു വേണം? ഈ പ്ലാന്റ് ഞാനല്ലേ മെഹുന ലീഡർ. അതുകൊണ്ട് മേ ആകെ ചെല്ലുങ്ക നീ പീച്ചേ വാ. പൂച്ച എപ്പോഴും ലീഡറിന്റെ ബാക്കിൽ നടക്കണം. പയ്യെ ബാക്കിൽ നോടി കളയരുതിട്ടാ. നല്ല ധൈര്യമുള്ള ഇട്ടാണല്ലോ ഭഗവാനെ. കേറില്ല ഓപ്പറേഷൻ പ്രകാരം ഓരോ ചൂടും ശ്രദ്ധിച്ച് അല്ലേ. അയ്യേ എന്തുറ്റി അപ്പി. പിന്നെ കൊണ്ടുനടക്കുന്നതിന് കുഴപ്പമില്ല, കണ്ടാണ് നല്ല കുഴപ്പം. ഇങ്ങനെയാണോ ഞാൻ ബോംബെ പോവാ. നീ പറഞ്ഞു തുലക്കി. ആ പ്ലാനിങ് ഓപ്പറേഷൻ പ്ലാനിങ് എങ്ങനെയാന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. പേടിക്കണ്ട. പണ്ടാറടങ്ങി ഇവിടെ ഒരു ഏണി ഉണ്ടായിരുന്നില്ല. നിനക്കെങ്ങനെ അറിയാം? ഏതൊരു വീടിന്റെയും പിന്നാമ്പുറത്തൊരു ഏണി ഉണ്ടാവും. പിന്നെ ലീഡറിന് വലിയ ചോദ്യം ചെയ്യല് വേണ്ട. സംസാ ചോദ്യം ചെയ്യാൻ നടക്കും ബദ്മാഷ്. നീ എപ്പെട്ടപ്പോ നോക്കിക്കാണ് ഇങ്ങോട്ട് വന്നേ. ഇതാണ് ഞാൻ അവരെ പിന്നാമ്പുറത്ത് പോയിട്ട് കാണുന്നില്ലല്ലോ. നമുക്ക് ചാടിയാലോ? എന്തിന്? മുറി കാണാം. ആരുടെ മുറി? ശ്രീദേവിയുടെ. അന്തരീക്ഷ നിരീക്ഷകരോ. ഓ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ ഏണി കയറ്റിയതും ഭഗവാൻ. വിനയൻജി ഈ ഏണി നിന്റെ ജീവിതം മാറ്റിമറിക്കും. ഏണിയാവാതിരുന്നാ മതിയായിരുന്നു. ശുഭാപ്തിവിശ്വാസം അങ്ങനെ ഒരു സാധനമുണ്ട്. നിക്ക് ആക്രാന്തനിഹി ലീഡർ കയറട്ടെ. ഇതൊക്കെ ചെക്ക് ചെയ്യണം. അയ്യോ പിന്നെ ആ പേഴ്സ് എടുത്ത് കള്ളന്മാരെന്ന് ചോദിക്കൂ. എന്തോടാ ഇത്? എന്താ നിങ്ങളുടെ താഴോട്ട് ഇറങ്ങിക്കേ. അവള് മേളിലല്ലേ, നീ മേളിലേക്കോ? അവള് മേളിൽ ഓപ്പറേഷൻ ബസ്സിലെ കിളിയുടെ ഒളിച്ചോടിയോൾ എങ്ങനെയാടാ നിന്റെ പേഴ്സിനകത്ത് നിന്റെ കൂടെ ചിരിച്ചോണ്ടിരിക്കുന്നു? സത്യം പറഞ്ഞു. ഞാൻ പറയണ കേക്ക്. നീ ഒന്നും പറയണ്ട. അപ്പൊ ഞാൻ പറയണ്ടേ? നിന്റെ അടുത്തല്ല പറയാൻ പറഞ്ഞു. എടാ നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ ഫോട്ടോ ഞാൻ ഭഗവാനെ കാണിച്ച നിന്റെ കാര്യം അറിയാലോ. പറ്റിപ്പോയി. പണ്ടിവിടെ കക്കാൻ വന്നപ്പോ എനിക്ക് കിട്ടിയ നിധിയ എന്റെ ശ്രീകല. നിന്റെ ശ്രീകലയാ? അപ്പൊ ആ കിളിയാ? അവൻ കിളിയല്ല, പിന്നെ ഹംസമായിരുന്നടാ. ഹംസം. എനിക്കൊന്നും മനസ്സിലായില്ല.
ഫ്ലാഷ് ബാക്കാ. ഹംസം ഇത് പിടിക്കും. തരട്ടെ. എന്താ പിടിക്കുന്നു? തന്നോട്ടെ. ചിരിച്ചു മോനെ ഉമ്മ. നമുക്കേ നാളെ പോവാം. നാളെ എപ്പോ? രാത്രി പോവാം. പിന്നെ വരുമ്പോ സ്വർണ്ണവള, മാല, അരഞ്ഞാണം എല്ലാം എടുത്തോ. അല്ല അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കണ്ടേ? അതെ, എനിക്കൊരു പേടി. അച്ഛനെങ്ങനെ തോക്കെടുത്തോണ്ട് വന്ന എന്ത് ചെയ്യും? ഞാൻ ഓടും. അല്ല, തോക്കെടുത്തോണ്ട് വന്നാ ഫൈറ്റ് ചെയ്യും. ശരിക്കും? ഇവളുടെ ഒരു സത്യം, ഭഗവാനല്ല ഏത് ഭഗവതി വിചാരിച്ചാലും ശരി ഈ സ്ത്രീകളെ ഗഗം വിട്ടുകൊടുക്കൂല. ഈ സീനിൽ നീർ എവിടെ നിന്ന്? ഈ സീൻ മാത്രമല്ല, ഈ കഥ തന്നെ ഇതേക്കണ നീറാശാനല്ലേ. ഓഹോ, സ്വന്തം അച്ഛനെ പോലെ കരുതിയ നീറാശാൻ വരെ ഇത് മറച്ചു വെച്ചു അല്ലേ? എല്ലാത്തിനും കാരണം നീയും അവളുവാ. പിന്നെ അവളല്ല, പിന്നെ എടത്തിയമ്മ ബാബിജി. ബാബിജി ഒറ്റ വെച്ചെന്നുണ്ടല്ലോ. എടാ, നീ ബോംബെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ എവിടുന്ന ഹിന്ദി? ഞാൻ ടൗണിലേ ടൂട്ടൂർ കോളേജിന്റെ മേളിലാ താമസിക്കണേ. അങ്ങനെ ഹിന്ദി. അവന്റെ മറ്റൊരു അധോലോകം. എടാ തെണ്ടി, നീ ഒറ്റ ഒരുത്തം കാരണം ഈ രണ്ട് കരക്കാർ തമ്മിൽ ഇത്രയും പ്രശ്നം ഉണ്ടായത്. എനിക്ക് ശ്രീദേവി ഒന്ന് കാണാൻ പോലും പറ്റത്തില്ല. അറിയോ? അറിയരുത്. എന്താ? ഭഗവാൻ യാതൊരു കാരണവശാലും അറിയരുത്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഹം ഏക് പരിവാർ ഹേ. ഇനി നീ ഒരൊറ്റ അക്ഷരം ഹിന്ദി പറഞ്ഞ അടിച്ചതിന്റെ പരിപ്പി അളക്കും. ഹിന്ദി വേണ്ട. ശ്രീദേവി നിനക്ക് കിട്ടാനും ശ്രീകലയുമായി എനിക്ക് നാട്ടിൽ വരാനും ഇനി 2 വഴിയുള്ളൂ. എന്താണ്? ഒരെണ്ണം ആ തോക്കടിച്ച് മാറ്റുക, ഇല്ലെങ്കിൽ ഭഗവാനെ തട്ടുക. തേവര് വിചാരിച്ച പോലും ഈ 2 കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നില്ല. നടക്കും. ആദ്യമേ വന്ന കാര്യം നടത്താം. ഓക്കെ, അളിയൻ കയറിക്കോ. എന്താ നമ്മളിപ്പോ ശരിക്കും അളിയന്മാരായില്ലേ? അളിയൻ അപ്പൊ കയറിക്കോ. കറക്കാമ്പ് ഭഗവാന്മാരെ അങ്ങ് മനസ്സിൽ ധ്യാനിക്കുക. കയറിക്കോളാ. നിക്ക് പോണ വഴിക്ക് ആയുധം കയ്യിലിരിക്കട്ടെ. ഇതാ ബോംബെയിൽ എങ്ങനെയായിരിക്കും അല്ലേ? നീ ബോംബെന്ന് മുന്നിൽ പോയിട്ട് തേണ്ടി ബോംബെന്ന് മുന്നിൽ അടിക്കിന്റെ. ഇവിടെ ഒരു മാവുണ്ടായിരുന്നു, തീരുന്നില്ലല്ലോ. അയാള് വെട്ടിയ കയറുന്തോറും ഏണിയുടെ നീളം കൂടുകയാണോ? അതേ നിൽക്കണ. ഈശ്വര, പുസ്തകം വായിക്കുക. അയ്യോ, അച്ഛനമ്മ ഉറങ്ങിയിട്ടില്ല. അയ്യോ, അപ്പൊ തനിച്ചല്ലേ? ഏയ്, എല്ലാരും വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ച എന്നെ കാണാതെ കരഞ്ഞോണ്ടിരിക്കാന്ന്. പാട്ടും കേട്ട് ബോബനും മോളിയും വായിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കല്ലേ? പൊക്ക അവിടുന്ന്. അച്ഛൻ വേറെ ആലോചനകൾ നോക്കുന്നുണ്ട്. ഏത് കാമുകന്മാരുടെയും പ്രതിസന്ധിയാടി അമ്മായിപ്പന്മാരുടെയും ഇമാതിരി ഊള ആലോചനകൾ. നമ്പീശൻ അച്ഛന്റെ കൈ നോക്കി. ആയുർരേഖ നീളുന്നു, മകൾക്ക് ശുഭമംഗല്യം എന്നൊക്കെയല്ലേ? അല്ല, പിന്നെ അച്ഛൻ ആരെയോ കൊല്ലുന്നാ പറഞ്ഞ. ഈ തമാശ പറയാനാണോ എന്നെ കാണണമെന്ന് പറഞ്ഞു? അല്ല, ഇപ്പൊ വരാം. എന്തോ തരാനാണല്ലോ. വേണ്ട, അതിലും മധുരമുള്ളത് അവളെ തരാൻ പോവാ. നല്ല പുള്ളിയോട്ടോ. മിനിയേട്ടാ, ഇത് മാധവേട്ടന് കൊടുക്കണം.
എന്താ ഇത്? വിനയേട്ടാ, ശ്രീദേവി ടോക്കീസ് എന്നും എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവണം. ഒരു കാരണവശാലും ടാക്കീസ് ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല. ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമ്മുടെ ടോക്കീസിന് വേണ്ടിയിട്ടല്ലേ. ഇത് മാധവേട്ടന് കൊടുക്കണം. അല്ല അത് വിനയേട്ടാ, കളിയല്ല. അച്ഛൻ വളരെ കാര്യമായിട്ടാ 2 ദിവസമായി ഹാലടങ്ങി നടക്കുക. ഉത്സവം നടത്താൻ പോലും പോവാതെ അച്ഛൻ എവിടെ ഇരിപ്പാ? ഉത്സവം കഴിഞ്ഞ ഉടനെ കല്യാണം നടത്താനാ. വിനയേട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത? നമുക്ക് ചേച്ചി പോയതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടെങ്കിലും പോവാം. ഒളിച്ചോടാനാ? ഈ കയ്യെന്നെടുത്തേ, എന്നിട്ട് വേണം ഉണ്ട് എന്നെ നെഞ്ചത്തോട്ട് തുളച്ച് കയറാൻ. കൊള്ളാം. എടാ ഒളിച്ചോടാന്ന്. ഒരേ ചോരയില്ലേ, അങ്ങനെ പറയൂ. ഒളിച്ചോട്ട രക്ത ഇവളും പോവും. അപ്പോഴേക്കും പണിഞ്ഞോ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ? എന്നോട് മിണ്ടണ്ട. പെണങ്ങിയടാ. അയ്യോ, പാട്ടുപാട്. ബോംബെയില് അല്ല, നീ പാടിക്കോ. സിനിമയിലേക്ക് ഇങ്ങനെ നീ പാട്. പാടല്ലേ?